വിരുന്നിലേക്ക് എത്തിച്ചേർന്ന എല്ലാ വിരുന്നുകാർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ഭാഗങ്ങളുടെ സ്വാഗതം അറിയിക്കുന്നു. ഏറെ പ്രിയപ്പെട്ട ഞങ്ങളൊക്കെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തോടെയാണ് വഹാബ് ഇങ്ങനെയൊരു സെഷൻ പറയുന്നു, അങ്ങനെ ഒരു പരിപാടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ എന്നിങ്ങനെ നോക്കും, എത്ര ആൾ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം 2-3 വട്ടം യൂട്യൂബ് ഞാൻ സെർച്ച് ചെയ്യും. അപ്പൊ ഞാൻ അധികം നോക്കിയതിന് കമന്റ്സ് ആണ്. കമന്റ്സ് എന്ന് പറഞ്ഞാൽ ആ പൊതുജന അഭിപ്രായമാണ് കമന്റ്സ് എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ കണ്ടിടത്തോളം ഒരു 99% ആളുകളും ഒരു പോസിറ്റീവ് ആയിട്ടാണ് ഞാൻ സിനിമ എന്ന് തന്നെ ഞാൻ ഇതിനെ വിളിക്കേണ്ടത്. ചെറുതോ അല്ലെങ്കിൽ വലുതോ ആവട്ടെ, 5.5 ലക്ഷം ആളുകൾ ഇത് സ്വീകരിച്ചിട്ടുണ്ട്. ഇത് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ, ടെക്നിക്കലി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിന്റെ വലിയൊരു പാർട്ടാണ് ഇതിന്റെ ഡയറക്ഷൻ പറഞ്ഞത്. അതുപോലെ തന്നെ രണ്ടാമത്തത് ഇതിന്റെ ആക്ടിങ്, അഭിനയം, ആക്ടിങ്, പിന്നെ ഇതിന്റെ ഓരോ ചിത്രത്തെയും എടുത്ത് സംയോജിപ്പിക്കുക, എഡിറ്റിങ്, ഇതൊക്കെയാണ് ഇതിന്റെ ടെക്നിക്കൽ ഒരു വശം എന്ന് പറഞ്ഞത്. ഒരു ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ അതിന് സാങ്കേതികമായിട്ടൊരു ഭാഗം അതിലില്ല. ഫൈനാൻസ് ആർക്കും മുടക്കാം, അതിന് പ്രത്യേകിച്ച് കലാബോധം ഉണ്ടാവേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഭാഗത്ത് നിന്ന് 100% സപ്പോർട്ട് ഉണ്ട്. ഞാൻ എല്ലാവിധ ആശംസകളും. ഇനിയും ഇവിടെ നിർത്താൻ പാടില്ല, കൂടുതൽ ആക്റ്റീവായി ഊർജ്ജസ്വലരായിട്ട് ഇത് സിനിമയായിട്ട് മുന്നോട്ട് പോകണം. അതിന് എന്നാൽ കഴിയുന്ന എല്ലാ സപ്പോർട്ടുകളും ഉണ്ടാവും തീർച്ചയായിട്ടും. സ്വാഗതം ചെയ്യാനും നമ്മളുമായിട്ട് സംവദിക്കാൻ വേണ്ടി തീർച്ചയായും വിരുന്നിനെ പ്രേക്ഷക മനസ്സിൽ വലിയൊരു വിരുന്ന് സമ്മാനിച്ച അതുല്യ സംവിധായകൻ അല്ലേ. അപ്പൊ അങ്ങനെ നമ്മുടെ വിരുന്നിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ വിരുന്നിന് ഒരു നല്ലൊരു തുടക്കം കിട്ടി. അത് എൻ്റെ പ്രിയപ്പെട്ട അബോക്ക. എല്ലാം പരിപാടിയൊന്നുമില്ലേ, അപ്പൊ ഞാൻ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, പൈസ ഇല്ല. അവിടെ പൈസ ഇല്ലായിട്ട് അങ്ങനെ തുടങ്ങിക്കൂടെ, പൈസ ഒക്കെ ഉണ്ടാവും, ഞാനില്ലേ. അങ്ങനെയാണ് ഈ ഒരു വിരുന്നിന്റെ തുടക്കം, നല്ലൊരു തുടക്കം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനൊരു മിഡിൽ പോയിന്റ്, ആ മിഡിൽ പോയിന്റ് മധ്യാന്തി അത് കിട്ടാനായ പിന്നെ ബുദ്ധിമുട്ടി. ഒരു മിഡിൽ പോയിന്റ് കിട്ടാൻ വേണ്ടി ഭയങ്കര പ്രയാസം. കാര്യം അതിൻ്റെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്കിൽ മെയിനായിട്ട് വരുന്ന ആ ഒരു വില്ലൻ കഥാപാത്രം ചെയ്യാൻ ഞാൻ ആരെയാണ് നോക്കേണ്ടതെന്നാണ് പിന്നീട് വിഷയം വന്നത്. ഞാൻ അതിന് മുമ്പ് ഒരു 4-5 ആൾക്കാരെ, എനിക്ക് പരിചയമുള്ള ഒരു 4 ആൾക്കാരെ കണ്ട് സംസാരിച്ചു. അവർക്ക് സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്തു. സ്ക്രിപ്റ്റ് കേട്ടതിന് ശേഷം, വായിച്ചതിന് ശേഷം അവർ പറയും, അടുത്തൊരു വർക്ക് ഞാൻ കൂടെ കൊള്ളാം, ഇത് നമുക്കൊന്നും ശരിയാവില്ല. അത് കഴിഞ്ഞാൽ വേറെ ആൾക്ക് അയച്ചു കൊടുക്കണം. അപ്പൊ അവര് പറയണം, സംഭവം സെറ്റാണ്, ഞാൻ ചെയ്താൽ ശരിയാവില്ല. എന്താണ് ശരിയാവാത്ത? അല്ല അങ്ങനെ അതിങ്ങനെ പരിയിൽ ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്താ പറയുക, എല്ലാവർക്കും പേടി ചെയ്യാൻ. എന്താണ് സ്റ്റോറി കേട്ടതിന് ശേഷം പറയുന്നത് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സൈഡായി ഭയങ്കരമായിട്ട് പനിച്ചു. അപ്പൊ ആ ദിവസം ഞാൻ പനിച്ച് ഞാൻ കിടന്ന് പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീറ്റ് ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ഏറ്റവും വലിയ ദുരന്തം വയനാട്ടിൽ ഇങ്ങനെ സംഭവിച്ചൊക്കെയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, പടച്ചവനെ, നമ്മളൊരു ആറ്റുനോറ്റൊരു സംഭവം ചെയ്ത് അത് റിലീസായി നോക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടായത്, വലിയൊരു ഒരു ഇതുണ്ട്. നമുക്ക് ഈ സമയത്ത് നമ്മൾ അങ്ങനെ ഒരാൾ പറയാൻ പറ്റുക, എൻ്റെ വർക്കൊന്ന് കാണണം, നമ്മൾ അതിനെ അത് പ്രൊമോഷൻ ചെയ്യാൻ പറ്റുക, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചത് ഇതിന് ഗതി ഇങ്ങനെ ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ പനിക്കാരൊക്കെ ആയിട്ട് 4 ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി.
ഈ പനിൻ്റെ ഇടയിൽ വല്ലപ്പോഴും ഇങ്ങനെ യൂട്യൂബ് നോക്കുമ്പോൾ എന്തൊക്കെയോ ഒരു അത്ഭുതം സംഭവിക്കുന്ന പോലെ എനിക്ക് തോന്നുക. കാരണം നമ്മൾ ആരും ഒരു പണി എടുത്തിട്ടില്ല, ആർക്കും അയച്ചു കൊടുത്തിട്ടില്ല, ഒരു സ്റ്റാറ്റസ് വെച്ചിട്ടില്ല. ഇത് വ്യൂസ് അങ്ങനെ കൂടിപ്പോകും. അപ്പം എനിക്കൊരു പിടിച്ചത് എന്ത് സംഭവം, അങ്ങനെ ഒരു 35-40 പിന്നെ ഞാൻ ഉറങ്ങി എനിക്ക് നേരത്തെ വീണ്ടും നോക്കുമ്പോൾ അതൊരു 70, അടുത്ത പിറ്റേഴ്സ് നോക്കുമ്പോൾ അത് 1-1 ഇങ്ങനെ കയറി പോകും. അപ്പോൾ എന്തോ വല്ലാത്തൊരു ഒരു അത്ഭുതം ഇഷ്ടം എല്ലാം കാണാൻ. അപ്പം ഞാൻ അബക്കാട് പിന്നെ പറഞ്ഞു, അബക്കാൻ നമ്മൾ യാതൊരു പണി എടുത്തിട്ടില്ല, അത് കയറി പോയതാണ്. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കും എത്രയായിരുന്നു. സ്കൂളിൽ പോയപ്പോൾ ഫ്രണ്ട്സൊക്കെ എപ്പോഴും പറയും കണ്ടിട്ടുണ്ട്, നല്ല രസമുണ്ട്, ഡെയിലി പറയും. ഇന്ന് രാവിലെ എനിക്ക് എക്സാം ഉണ്ടായിരുന്നു മാത്സ് ട്യൂഷൻ ക്ലാസ്സിൽ. അപ്പോൾ അവിടെ പോയപ്പോഴും സാറ് പറഞ്ഞു കണ്ടു, ഇന്ന് ഇതിൻ്റെ ഇതല്ലേ സെലിബ്രേഷൻ അല്ലേ, പോയിട്ട് വന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരുപാട് താങ്ക്സ്. എല്ലാവർക്കും അടിപൊളി ലൊക്കേഷൻ ആയിരുന്നു, നല്ല സന്തോഷം. ഞാൻ വിളിച്ച് കാണാനുള്ള ശ്രമത്തിലായിരുന്നു. കാര്യം ആദ്യം ഞാൻ ഒന്നും കൂടെ കണ്ടിട്ട് ബാക്കിയുള്ളവർ അഭിപ്രായം എടുത്താൽ മതിയെന്ന് വിചാരിച്ചു. പക്ഷേ വൈഫ് സൈഡിൽ വന്നിരുന്നു, മോള് സൈഡിൽ വന്നിരുന്നു, അമ്മായിയമ്മ സൈഡിൽ വന്നിരുന്നു, ഇത്രയും വീട്ടിലൊരു പൂച്ചയുണ്ട് അതും സൈഡിൽ വന്നിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മായിയമ്മ ഇങ്ങനെ നോക്കി ഒരു കമന്റ്, ഏറ്റവും നല്ല കമന്റ് ഇല്ല വശം നമുക്കൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഈ ഇത് പറഞ്ഞാൽ അടുത്ത 2 ദിവസം ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. ഇതിന്റെ വ്യൂസ് എങ്ങനെ പോകും, ആദ്യം കുറച്ചൊന്നും സ്ലോ ആയിരുന്നു, പിന്നെ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കയറി പോകും. അപ്പൊ ഞാൻ സൈഡിട്ട് ഞാൻ വഹാബിനെ വിളിച്ചു, വഹാബ് എന്തെങ്കിലും പ്രൊമോഷൻ ചെയ്തായിരുന്നു. അപ്പം വഹാബ് പറഞ്ഞാൽ 5 പൈസ മുടക്കാനില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. എനിക്കൊന്നും പറയാൻ അറിയില്ല കേട്ടോ, എനിക്ക് ആദ്യമായിട്ടാണ് വിളിച്ചപ്പോൾ സന്തോഷത്തോടെ വന്നു. അപ്പം ചെറിയ വേഷമുണ്ട് ചെയ്യുമെന്ന് വെച്ച്, ചെറുതും വലുതൊന്നും അല്ലല്ലോ ചെയ്യാം, പക്ഷെ അടുത്തേക്കും ചെറുതാക്കരുത്. ഇത് ഫസ്റ്റ് ഞാൻ കാണുന്നത് ഞാനും അക്ഷയയിലൂടെയാണ് കാർന്ന് കാണിച്ചിരുന്നു ഫോണില്. ഇതാണ് സംഭവം. വിത്തൗട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ വഹാബിനോട് ആയതെന്ന് പറഞ്ഞാൽ മറ്റൊന്നല്ലോ, ഇതാണ് നിന്റെ ഏറ്റവും ബെസ്റ്റ്. ഇത് വേറെ സംഭവമാണ്. ഫസ്റ്റ് റിവ്യൂ പറഞ്ഞു ഞാൻ ചിലപ്പോൾ ഞാനോട് പറഞ്ഞു, ഇത് ഞാൻ മറ്റേ മരിക്കൊന്നും പറഞ്ഞില്ല, അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് പറയില്ല, ഇത് ശരിക്കും വേറെ സംഭവമാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. യാദൃശ്ചികമായിട്ടാണ് ഒരു ദിവസം ഈ പറഞ്ഞ പോലെ വഹാബിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് അങ്ങനെ കാറിൽ ഇരുന്നുകൊണ്ട് ഈ ഷോർട്ട് ഫിലിം കണ്ടു. ഇപ്പൊ സജീർ പറഞ്ഞ പോലെ ഒരുപാട് തവണ ഈ ഷോർട്ട് ഫിലിം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സജീറിന്റെ കൂടെ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ ഇതിന്റെ വർക്ക് നടക്കുമ്പോൾ നമ്മളെപ്പോഴും കൂടെ ഉണ്ട്. അപ്പോഴാണ് സജീറിനോട് പറഞ്ഞ റാപ്പ് പോഷൻ ഉണ്ട്, ഇതൊന്ന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ മ്യൂസിക് വീഡിയോസ് ചെയ്യുന്ന ആളാണ്. ഞാൻ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് അതാണ്. വഹാബിനൊക്കെ അറിയാം, ഞാൻ ഷോർട്ട് ഫിലിംസിൽ അധികം ഇൻവോൾവ് ആവാറില്ല. നമുക്കൊരു ഒരു മ്യൂസിക് വീഡിയോ 1,00,000 ആളുകൾ കാണുക, 5 ലക്ഷം ആളുകൾ കാണുക എന്ന് പറയുന്നത് ഇവിടെ ഒരു അത്ഭുതമല്ല. പക്ഷെ ഇത്രയും കുറഞ്ഞ സമയത്തുള്ള ഒരു ഷോർട്ട് ഫിലിമിനെ 500K വ്യൂ കിട്ടുക എന്ന് പറയുന്നത് അരമണിക്കൂറിലധികം ഉള്ള ഒരു ഷോർട്ട് ഫിലിം ഇത്രയും വ്യൂ കിട്ടുക എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ നല്ലൊരു എഫേർട്ട് എടുത്ത് അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് പണിയെടുത്താൽ മാത്രമേ അത് നേടാൻ കഴിയുള്ളൂ. ഈ മൈക്രോസിൽ സംസാരിച്ച് അറിയില്ല. വഹാബിന്റെ വീഡിയോ ഹിജാബുളിയില് ഞാനായിരുന്നു ചെയ്തിരുന്നത്. ആ ഒരു ഇതിലാണ് ഞാൻ വിളിച്ചത്. ഒരു നല്ലൊരു നമ്മുടെ വർക്കുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അല്ല മാത്രമല്ല ഒരുപാട് വർക്കുകൾ കണ്ടിരുന്നു. അങ്ങനെ ഒരു സത്യം പറഞ്ഞെങ്കിൽ സംസാരിക്കാറില്ല. എല്ലാവർക്കും നമസ്കാരം. ഏതായാലും ആദ്യമായിട്ട് +500ന്റെ സന്തോഷം പങ്കുവെക്കണതിൽ വളരെ അഭിനന്ദനമുണ്ട്, ആശംസകളുണ്ട്. പിന്നെ എൻ്റെ ഒരു ക്യാരക്ടറിനെ പറ്റി പറയാൻ മാത്രമൊന്നും ഒരു ക്യാരക്ടറില്ല, കുറച്ച് റോളാണെങ്കിൽ. പക്ഷെ ക്യാരക്ടറിന്റെ ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായില്ല, ഒന്ന് പറയാൻ പറ്റുമോ?
എന്തോ ഒരു ഉള്ള കുത്തി സംസാരിക്കുന്നത് അല്ലേ? അപ്പോഴ് ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടാനുള്ള മഹാബലി ഏറ്റവും 3-4 വർഷത്തിലുള്ള സൗഹൃദമാണ്. സന്തോഷമാണ്. ഞാനൊക്കെ തുടക്കത്തില് ആദ്യ ഫിലിമില് ബാബിന്റെ ഷോപ്പിൽ ഞാനുണ്ട്, ഒന്നിന് കേന്ദ്ര കഥാപാത്രമായിട്ടുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ആദ്യമായിട്ട് ബാബിന്റെ ഷോർട്ട് ഫിലിം എടുക്കാൻ വിളിക്കുകയാണ്. എടാ ഞാൻ ഇങ്ങനെ ഷോർട്ട് ഫിലിം എനിക്ക് ആകെ കയ്യും കാലം വരക്കണം, എനിക്ക് ഇതിന്റെ കൂടെ നിന്ന് കയറുമെന്ന് വെച്ചിട്ട് അവിടെ എനിക്ക് കാർണറായിട്ട് നിൽക്കാൻ വിളിക്കുകയാണ്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ എന്തിട്ട് പോകുമ്പോൾ അതിന്റെ ശവം വേണം. അപ്പൊ അപ്പൊ നമ്മൾ അക്ബറുണ്ട്, അക്ബറുടെ ശവമായി അഭിനയിച്ച ശവം, അതുകൊണ്ട് ഞാൻ ഇതില്ലാതെ. അപ്പൊ എന്നാലും മകനായിട്ട് ഞാൻ ശവം നിൽക്കാൻ നിന്നപ്പോൾ വേറെ ആൾ പറഞ്ഞ ഞാൻ കിടക്കാം. അങ്ങനെ ഈ സ്ട്രക്ചർ ഇതിൻ്റെ ഒരു കഥാപാത്രം ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കുക. അതിന് മുമ്പ് വെറുതെ മറ്റേ ഇന്നസെന്റ് മറ്റേ ശ്രീനിവാസൻ പറഞ്ഞ ജീവിതത്തിൽ കുറെ അഭിനയിച്ചിട്ടുണ്ട്, സിനിമയോട് പറഞ്ഞിട്ട് അതല്ലാത്ത ശരിക്കും അഭിനയിച്ചു. പിന്നീട് കണ്ട ത്രൂ ഔട്ട് ഇതിലും ഒരു കഥാപാത്രം ഇങ്ങനെ വന്നിട്ട് നെട്ടിക്കുന്ന ഒരു പെട്ടെന്ന് നെട്ടലുണ്ടാക്കുന്ന കഥാപാത്രം അധ്യാപകനായിട്ട് എൻ്റെ പേര് തന്നെ എൻ്റെ സ്കൂളിൻ്റെ പേര് വെച്ചിട്ടാണ് ഞാനതിൽ വരുന്നത്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. ഇനി സിനിമയിലേക്ക് പോകുമ്പോൾ ഇതിലെ ഈ ആളുകളൊക്കെ അതിലുണ്ടായിരിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. കച്ചീവരാണ് അതിൻ്റെ ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മളൊപ്പം അവിടെ ഉള്ളത് ഇതൊക്കെ ഉണ്ടാകട്ടെ. എല്ലാം വ്യത്യസ്ത റോളുകളിൽ വ്യത്യസ്ത ഭാഗത്തിലൊക്കെ നമുക്ക് ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചെറിയൊരു വേഷമാണ് കൊറോണന്റെ കാലത്ത് ഒരു കഥയുടെ എന്നൊക്കെ അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ വന്നത്. അല്ലെങ്കിലും വഹാബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അവനെ പരിചയപ്പെട്ടത് ഒരു 5-6 വർഷം ആയിട്ടുണ്ടാവും ഞാൻ. കാരണം ഞങ്ങൾ വേറൊരു ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ സൈലന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആള്. പക്ഷെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ഇത് കേട്ടപ്പോൾ നമുക്ക് ഓൺലൈൻ മാസികയിൽ ലേഖനും കവിതകളൊക്കെ എഴുതുന്ന ആളാണ് ഞാൻ. അപ്പൊ ഇങ്ങനെ കേട്ടപ്പോൾ നമുക്കൊരു താല്പര്യം. അപ്പൊ ഞാൻ ഇത്രയും വളരെ ഭംഗിയായിട്ട് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെസ്സേജാണ് ഇപ്പോൾ ഈ ചെയ്തിട്ടുള്ള വിരുന്ന്. അത് വിരുന്ന് ചെറിയ വിരുന്നല്ല, അത് വലിയൊരു വിരുന്നുണ്ട്. ചെറിയ കൂട്ടായ്മയിൽ വലിയൊരു വിരുന്നാണ് വഹാബ് ഒരുക്കിയിട്ടുള്ളത്. അത്രേ. അതുപോലെ ഈ പറഞ്ഞ ഈ സമയത്ത് ഈ വഹാബ് പറഞ്ഞ പോലെ ഞങ്ങൾ കുറച്ച് അന്ന് റിലീസായിരുന്നു. അന്ന് ആ പരിപാടി നമ്മളവിടെ റിലീസ് ചെയ്തെന്ന് കുറച്ച് ആളുകൾക്ക് അയച്ചു കൊടുത്തു. നല്ല പിറ്റേ ദിവസം വയനാട് ദുരന്തം വന്നു. ഞാൻ തന്നെ ഒരാഴ്ച അവിടെ ആയിരുന്നു. ഇതിലൊന്നും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു. പക്ഷെ ഞാനൊരു 4 ദിവസം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നോക്കുമ്പോൾ നമ്മൾ പറയുന്നതിനപ്പുറത്തേക്ക് ഇതിന്റെ വ്യൂസ് പോയി. സ്വാഭാവികമായിട്ട് ഞാനും ഇതിപ്പോൾ അമ്പാടെന്നൊരു ഗ്രൂപ്പുണ്ട്. അപ്പൊ നമ്മൾ പ്രമോട്ട് ചെയ്ത മോശമല്ലേ എന്നുള്ള രീതിയിലുള്ള ഒരു സമയം ആയതുകൊണ്ട് തന്നെ നമ്മൾ ആരും തന്നെ അതിന് മുതിർന്നില്ല. അതൊരു സന്തോഷം ആളുകൾ അങ്ങനെ സ്വീകരിച്ചു പോയി. എനിക്ക് തോന്നുന്നു കുറെ ആളുകൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കിടയിൽ വീട്ടിലൊക്കെ ഇരുന്ന കുറെ ആളുകൾ ആ സമയത്ത് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ കാര്യം നമ്മൾ എല്ലാ പിന്തുണയും ഉണ്ടാവും. അതിപ്പോ അവനോട് നമുക്കൊന്ന് റോളിൽ തമാശ ചോദിച്ചപ്പോ നമ്മള് ആക്ടിങ് അത്ര പോരാന്നാവും പറഞ്ഞത്. ഇമ്പ്രൂവ് ചെയ്യാൻ ഇതിപ്പോ നല്ല ആക്ടറാശയുടെ ശബ്ദം കൊള്ളാത്തത് കൊണ്ട് വേറെ കൊണ്ടിട്ട് പേടിച്ചു. ഏതായാലും വളരെ സന്തോഷം. എല്ലാവർക്കും നന്ദി. വളരെ സന്തോഷമുണ്ട്. ഇപ്പോഴും ഞാൻ വഹാബിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡയറക്റ്റ് ഇപ്പോൾ വാബ് പറഞ്ഞ ഞാൻ ഈ ഷോർട്ട് ഫിലിം നമ്മൾ റിലീസ് ചെയ്തതിന് ശേഷം ഓരോ ദിവസം ചിലപ്പോൾ 1, 2, 3 വട്ടമൊക്കെ വിളിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ വ്യൂസ് എന്തായി ഇതൊക്കെ എന്താ. അപ്പൊ ഇതിങ്ങനെ കുറിച്ച് ഇതിന്റെ കമന്റ്സ് ഓരോ വരുന്ന കമന്റ് പോസിറ്റീവ് കമന്റ് ഇതിൽ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും മോഡൽ എന്തെങ്കിലും ഇട്ടിക്കണോ ഇട്ടുകണി കയ്യിൽ നിന്ന് നടക്കുന്നു ഇതൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യും. അതിനിടയിൽ വേറൊരു കാര്യം ഉണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ അറിയാതെ അല്ലെ നമ്മുടെ വീഡിയോ കട്ട് ചെയ്ത് നമുക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നു. അതിന് ഷിബിലിയാണ് ഇടപെട്ട് അതിന് കമന്റ്. ഷിബിലി മാത്രമല്ല നമ്മൾ കൊയ്ത് ഭാഷ എല്ലാവരും കമന്റ് കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലിങ്ക് പോലും നമ്മുടെ ഷോർട്ട് ഫിലിമിന്റെ പേര് പോലും ഇടാതെ. പക്ഷെ അതൊരു നല്ല കാര്യമായിട്ട് നമ്മുടെ ഷോർട്ട് ഫിലിമിനുള്ള ഒരു ഗ്രോത്തിനുള്ള ഒരു കാര്യമായിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഈ ഡെയിലി ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെ ഷോർട്സ് കണ്ടുവന്നു ലൈക്കടി എന്നൊക്കെ പറയുമ്പോൾ നമ്മളാരും ഷോർട്സ് ഇട്ടിട്ടില്ലല്ലോ. ഇത് ആരും 3-ാമതൊരാളെന്നൊക്കെ ഇരുന്ന് തപ്പിപ്പിടിച്ച് അപ്പൊ നോക്കുമ്പോൾ വേറെ 1-2 പേജിൽ ഇതേമാതിരി ഷോർട്സ് കട്ടുകളൊക്കെ ഇട്ട് അതങ്ങനെ ഒരു സൈഡിൽ റീച്ച് ഉണ്ട്. അപ്പൊ എനിക്ക് എന്തായാലും താങ്ക്സ്. അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്നത് ഭാവിനെ ഞാൻ ഡെയിലി ഇപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം ഇനി അടുത്തത് ഒരു ഷോർട്ട് ഫിലിം ആവരുത്, അതൊരു സിനിമയിലേക്ക് എത്തണം. ഭാവ് അതിന് വേണ്ടിയിട്ട് പിന്നണിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഓരോ ദിവസം വിളിച്ചിട്ട് ഭാവിന്റെ ചിന്ത തെറ്റിപ്പോകരുത്, വേറെ ബിസിനസ്സോ കാര്യങ്ങളൊന്നും വരരുത്. ഞാൻ എന്താ പരിപാടി ആകുമെന്ന് പറയുമ്പോൾ അവർക്ക് വേറെ പല കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അതല്ല, നമുക്ക് സിനിമയുടെ ആവശ്യം ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് പിന്നാലെ നടക്കണം. കാരണം ഒന്നുമല്ല, എന്തായാലും ഈ ഒരു വർഷം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഭാവി ഒരു മെയിൻ സ്ക്രീനിലേക്കുള്ള ഒരു തുടക്കം കുറിക്കും. പക്ഷെ അത് അതിലും ഒരു പാർട്ടാവും. അങ്ങനെ തീർച്ചയായിട്ടും
താങ്ക് യു. അവരെ കൂട്ടുപിടിച്ചിട്ടുള്ള ഇത്രയും ബന്ധങ്ങൾ സൂക്ഷിക്കാൻ പറ്റിയ നാട്ടുകാരുണ്ടായതുകൊണ്ടാണ് മഹാബി ഈ മേഖലയ്ക്ക് ഇത്രയും പിടിച്ച് എത്തുന്നത്. അതിന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കണം. കാരണം അങ്ങനത്തെ ഒരു നാട്ടുകാരെ കിട്ടിയത്, അങ്ങനത്തെ നാട്ടുകാരെ സപ്പോർട്ടും സുഹൃത്തുക്കളുടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെയുള്ള മേഖലയിലേക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൽ അഭിനയിച്ച എല്ലാവരും വ്യക്തിപരമായി ആരെടുത്ത് ഞാൻ പറയണില്ല. എനിക്ക് പേഴ്സണലായിട്ട് ഏറ്റവും കൂടുതൽ ഞാനൊരു PTA പ്രസിഡന്റ് ആയിട്ട് 3 വർഷം വർക്ക് ചെയ്തതാണ്. അതിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ കൂടുതൽ ലേഡീസാണ്. അവർക്കൊക്കെ പേഴ്സണലായിട്ട് വിട്ടുകൊടുത്തിരുന്നു. അവരൊക്കെ പറഞ്ഞത് ഈ ടീം കണ്ടിട്ട് ഇപ്പോഴത്തെ സമൂഹത്തിൽ നടക്കുന്ന സിനിമയാണ്, ഇത്രയും നന്നാക്കി കളി ചെയ്ത നിങ്ങളെ ആ ടീമിന് ഞങ്ങൾ പിക്സലോട്ട് പറയണം. ഇന്നലെ പ്രത്യേകം പിടിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഭിനയിച്ച എല്ലാവരോടും അവരുടെ നന്ദിയും കടപ്പാടും കൂടി ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. അതായത് നേരത്തെ പലരും പറഞ്ഞു വഹാബിന് നാട്ടിൽ നിൽക്കുന്ന സപ്പോർട്ട് കണ്ടില്ലേ, അതൊക്കെ ഭയങ്കര അത്ഭുതമെന്നൊക്കെ പറഞ്ഞു. അതാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്, ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന നാട്ടുകാരുണ്ടായിട്ട് ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ വലിയൊരു വിഡ്ഢിയായിട്ട് മാറും. കാര്യം ഇത്രത്തോളം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നാട്ടുകാർ, സുഹൃത്തുക്കള്, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും, ഈ ഇരിക്കുന്ന സലീമാണ്, യുൻസലീം, എല്ലാവരും നമ്മൾ പല രീതിയിൽ സഹായിച്ച ആൾക്കാരാണ്. അതുപോലെ തന്നെ മോനോക്ക, അതുപോലെ തന്നെ ബൗട്ടേക്ക, പേരിട്ട് പറയുമ്പോൾ പിന്നെ ബുദ്ധിമുട്ട് എല്ലാവരും. അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ സഹായിച്ച എല്ലാവരും നന്ദി. താങ്ക് യു. സ്നേഹത്താലേ